ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ബർത്ത്ഡേ വ്ലോഗ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് ദുബായിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇവിടെ സലൂണിൽ ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഹെയർ ഇന്നലെ നമുക്ക് അവിടെ സെറ്റാക്കാൻ പറ്റിയില്ല. അവിടെ 9 മണി വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ കാത്തിക്ക് നെയ്ക്കുക പറഞ്ഞാ മതി. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സലൂണില് കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറെ അധികം സർവീസുകൾ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഹെയർ വാഷ് ഒക്കെ ചെയ്യണം അത്ര, ഇവിടെ ഹെയർ ഒക്കെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ മുതൽ ഹെയർ വാഷ് ഭാഗ്യം കുളിച്ചില്ല, കഷ്ടമായി പോയല്ലേ. കുളിച്ചിരുന്നെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സലൂണിലൊക്കെ വന്നിട്ട് റെഡി ആവുന്നതൊക്കെ. എന്തായാലും കൊള്ളാം, നല്ല സുഖം. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മ വന്നത്, ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ എനിക്ക് അറിയായിരുന്നു ഇവര് ഹെയർ സെറ്റ് ആക്കുന്നതിന് മുമ്പ് ഹെയർ വാഷ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് മാത്രം ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് അവിടെ നമ്മൾ നിന്നത് ഒരു റിസോർട്ടിലാണല്ലോ, അതും ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഐലൻഡിലാണ് നിന്ന്. എന്താണല്ലോ മുട്ടയടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ഐലൻഡിലല്ലേ, അപ്പൊ എനിക്കെന്തോ അവിടുത്തെ വെള്ളത്തിൽ കുളിക്കാൻ വലിയ ഇത് പോരായിരുന്നു. എന്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ചധികം കോൺഷ്യസ് ആണ്. സോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തല നനയ്ക്കാന്ന് വിചാരിച്ചു ഇന്ന് കുളിക്കാത്ത, ഞാൻ കുളിക്കാത്ത ടൈപ്പാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം ഞാൻ ഈ ഒരു സമയം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആവാം. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഹെയർ വാഷ് കഴിഞ്ഞ് ഞാൻ എന്റെ ഫേസ് നോക്കുമ്പോൾ ടർബൺ കെട്ടിയണക്കൊണ്ട് നല്ല ലുക്ക് ഉണ്ടല്ലേ. ഞാൻ ടർബൺ കെട്ടി കഴിഞ്ഞാല് ഇന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഞാൻ പെഡിക്യൂർ ചെയ്യുന്ന. നമുക്ക് കാലൊക്കെ ഫുള്ള് ഭയങ്കര വൃത്തികേടായി. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഖത്തറിലുള്ള സമയത്താണ് ഞാൻ പെഡിക്യൂർ ചെയ്തത്. അതിനുശേഷം 1.5 മാസമായി. കാല് ഫുള്ള് വൃത്തികേടായി, നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്യാന്ന്. മുകളിൽ മാത്രം പോരല്ലോ, താഴെയും ക്ലീൻ ചെയ്യണം. ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഈ ഒരു തീരുമാനം എടുത്ത് നന്നായി. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഈ കാലിന് ശ്രദ്ധിക്കൂല, ഫുള്ള് ക്രാക്ക് വന്നു. ഒരു പ്രാവശ്യം നമ്മൾ കയ്യിലൊക്കെ മെഡിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പണിയാണ്. അപ്പൊ ഞാൻ എന്റെ കാലിക്കൊന്ന് കാലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെ മുഖം എപ്പോഴും നമ്മള് ഫേഷ്യൽ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കാല് നമ്മൾ അധികം ആൾക്കാർ ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ കാല് എപ്പോഴും വൃത്തിയാക്കി വെക്കണം. മുഖം പോലെ തന്നെ കാല് നമ്മൾ വൃത്തിയാക്കി വെക്കണമെന്നാണ് കാര്യത്തില്. ഞാൻ എന്താ പറയാ, ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഇപ്പൊ ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ ഈ ഉദ്ദേശന്റെ ചെരുപ്പുണ്ട്, ചിലപ്പോ ഷൂസ് ആണെങ്കിൽ കുഴപ്പമില്ല, കവേർഡ് ആയിട്ട്. പക്ഷെ നമ്മള് ഹൈ ഹീല് അങ്ങനത്തെ സാധനങ്ങൾ ഇടുന്ന സമയത്ത് നമ്മള് കാല് കാണാൻ തീരെ വൃത്തി ഉണ്ടാവില്ല. സോ ബെറ്റർ കാലൊക്കെ വൃത്തിയാക്കി വെക്കണം. ചില ആൾക്കാര് മുഖത്തോട്ടല്ല നോക്കുന്നത്, നേരെ കാലിലോട്ടാ നോക്കുന്നത്. വൃത്തിയാക്കി രക്ഷ ഞാൻ കാണിക്കാം എന്റെ കാല് എങ്ങനെ ഉണ്ടെന്ന്. എനിക്കെന്നെ തീരെ കോൺഫിഡന്റ് പോലെ എന്റെ കാലിപ്പൊ കാണിക്കാൻ. ഹൈവാ ഇന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പെഡിക്യൂർ ചെയ്യുന്നതിന്റെ കൂടെ നൈസായിട്ടൊന്ന് മാനിക്യൂർ ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി, ജസ്റ്റ് നെക്ക് പോളിഷ് മാത്രമേ ഇട്ടുള്ളൂ. എന്റെ ഡ്രസ്സിന് സൂട്ടാവുന്ന കളറാ ഞാൻ ചൂസ് ചെയ്തത്. എപ്പി ഇരിക്കേ. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഇപ്പൊ തന്നെ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് 7 മണിക്ക് ഇവിടെ നിന്ന് ചാടണം. 1.5 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്റെ സാരീന്റെ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. തുടങ്ങാം നമുക്കപ്പം. ഞാൻ ഇന്ന വരെയ്ക്ക് ഒരു പാർലറിൽ വന്നിട്ട് മേക്കപ്പ് ഇട്ട് പോയിട്ടില്ല. എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പാർലറിൽ വന്നിങ്ങനെ മേക്കപ്പ് ഇടുന്നത്. ഗൈസ്, ഞാൻ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഒരുങ്ങിയതിനു ശേഷം കാണിക്കാം എങ്ങനെ ഉണ്ടാവുന്ന. ഇവരടുത്ത് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എന്നെ പ്രയത്ന കണക്കാക്കരുതെന്നുള്ളത്. ഇനി എല്ലാം ആയതിനു ശേഷം ഞാൻ വരാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റത്തില്ല. അവരിവിടെ നിന്നാണ് എനിക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്നത്. ഫൈനൽ ലുക്കില് ഞാൻ വരുന്നതായിരിക്കും. എനിക്കറിഞ്ഞൂടെ എന്താവും എന്നുള്ളത്. പിന്നെ ഇവരാണ് കേട്ടോ എന്റെ മേക്കപ്പും എന്റെ ഹെയറും ഒക്കെ സ്റ്റൈൽ ചെയ്യുന്നത്. മേക്കപ്പ് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ഗ്ലോയിങ് ലുക്ക് വേണമെന്നുള്ളത്. എന്റെ ഹെയർ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെയ്ക്ക് ഞാൻ ഈ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ഇടാറില്ല, ലിപ്സ്റ്റിക്കോ അല്ലെന്നർ അങ്ങനെയൊക്കെ ഇടാറുള്ളത്. മേക്കപ്പ് ശരിയല്ല കേസ്. അല്ല, ഇട്ടതിന് ശേഷം ഞാൻ അവരെ കാണിക്കാം കേട്ടോ. അവരെന്നോട് പറഞ്ഞു
എന്റെ പേരൊക്കെ എന്തെങ്കിലും പറയുമല്ലേ എന്ന്. അപ്പൊ വരാം. എന്തെല്ലാം ഇവിടെ പരിശീലിച്ചിട്ടുണ്ട്. എന്തെല്ലാം എന്റെ മുഖത്ത് പരീക്ഷണം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഗേസ്. എന്തായാലും ഞാൻ കളർഫുൾ ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായി. ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാത്ത അവസ്ഥയിൽ എന്റെ പുഷ്പലത ചേച്ചി എന്നെ ഒരുക്കിയിരിക്കുകയാണ്. സാരിയൊക്കെ ഞാൻ ഉടുത്തതാണ് കേട്ടോ. ഫുള്ളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേക്കപ്പ് ചെയ്തെന്നൊക്കെ, ഹെയർ ചെയ്തെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എനിക്ക് ചെയ്തെന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, റാനിയ. എനിക്ക് ഇവരുടെ പാർലറിൻ്റെ നെയിം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നേരിട്ട് കാണാനും കൊള്ളാം, ഇതിനകത്തും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അറിഞ്ഞുവിടാൻ എന്നെ തിരിച്ചറിയാത്ത അവസ്ഥയിൽ ഞാൻ മാറി. കമൻറ്റ് നല്ല കമൻറ്റ് തരാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഞാൻ ബാക്കിയുള്ളവരുടെ വായിരിക്കണം എന്താണെന്നുള്ളത് കേട്ടതിന് ശേഷം ഞാൻ വഴിയെ പറയട്ടെ. എല്ലാവരും എന്നെ കണ്ടിട്ട് എന്താ പറഞ്ഞതെന്നുള്ള നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരെ പാർട്ടി നടക്കുന്ന ഹാളിലോട്ട് പോട്ടെ. ഓൾമോസ്റ്റ് 7:30 മണിയായി. ഇന്നത്തെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പോട്ടെ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് സൂപ്പർ. ഞാൻ ഫൈനലി എൻ്റെ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട്. ഞാനാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയത്. നോർമലി എന്താ പറയുക, ഗസ്റ്റ് എല്ലാം വന്നതിന് ശേഷമാണല്ലോ എത്താറ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരുപാട് ലേറ്റ് ആയി വന്നതുകൊണ്ട് എല്ലാവരും പരാതി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആണ്. ഇവിടെ ആരുമില്ല. ഞാൻ വന്നതിന് ശേഷമാണ് ഒരു ഗസ്റ്റ് വന്നത്. അപ്പം ഞാൻ ഈ ഹാള് കാണിച്ചിട്ട് എല്ലാവരും വരുന്നതിന് മുമ്പ് ഈ ഹാള് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം ഒരു 10-30 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹാളാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റേജ്. ജെംസ്, സങ്കടം ഉണ്ടോടാ ആദ്യം വന്നതില്? എന്തിനാ ഇതൊന്നും കവർ ചെയ്യാൻ പറ്റൂല നമുക്ക്. അതെ, ഞാൻ എന്റെ രീതിക്ക് ഒരു വീഡിയോ ആക്കി തരാം നിനക്ക്. അപ്പൊ നിനക്ക് അത് കാണാൻ പറ്റൂല. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞു കിട്ടു. ഒന്ന് കറങ്ങി കാണിച്ച ആന്റിനെ. ആന്റിയോ? ഗസ്റ്റ് ഒക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ ഫുഡ് ഒരു കൊണ്ടുപോയി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാന് എല്ലാരും എടുത്തു കഴിയുമ്പോ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എല്ലാരും എടുക്കുന്നതിന് മുന്നേ കാണിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഫുഡ് ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് നമ്മൾ ഈ ഹാളും പിന്നെ ഫുഡ് ഇവര് തന്നെ നമുക്ക് അറേഞ്ച് ആക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഹാളിന്റെ കൂടെ തന്നെ നമ്മൾ ഫുഡും ഇവരുടെ അറേഞ്ച് ആക്കി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവര് നമുക്കൊരു ലിസ്റ്റ് തന്നു. അത് നമ്മൾ കുറച്ച് സാധനം അങ്ങോട്ടും കൂടെ ചേഞ്ച് ആക്കി ഫൈനലി ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. എടാ ഇത് എന്താണോ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. മണം അടിച്ചപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തൊരു സമൂസയൊക്കെ എടുത്ത് കഴിച്ചു. ആദ്യത്താണോ? ഞാൻ ഇപ്പൊ ഫുഡിലോട്ട് കിടക്കട്ടെ. നിങ്ങൾ കൈവയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ഫുഡ് കാണിക്കണം. സോ സ്റ്റാർട്ട് മട്ടൺ സോൾ സൂപ്പ്. നീ എന്നെ അതില് വൈറലാക്കോ? സ്റ്റീം റൈസ് ആണല്ലേ. പുലാവ്. കളർ കണ്ടപ്പോ തന്നെ എനിക്ക് കഴിക്കാൻ നോക്കാം. അയ്യോ, ചിക്കൻ ടിക്ക. ഇതെന്തുവാ? വെജിറ്റബിൾ മഞ്ചൂരിയൻ ആൻഡ് ഇത് ഫിഷ് ടിക്ക മസാലയാണ്. ദാൽ മഖിനി. അയ്യോ നല്ല രസമുണ്ട്. പ്ലസ് ചപ്പാത്തി ആൻഡ് മൈ ഫേവറേറ്റ് സമൂസ. ഞാൻ ഓൾറെഡി ഒരെണ്ണം ഇന്ന് എടുത്തു. പിന്നെ കുറെ സലാഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ.
ഇതൊന്നും ഞാൻ ഇതുവരെ എടുത്തില്ല. സ്റ്റാർട്ടറാണ്, ഇതൊക്കെ സ്റ്റാർട്ടറാണ്, ഒന്നും തൊട്ടിട്ടില്ല. കട്ട് ഫ്രൂട്ട്സ്, എന്ത് കളറാണ്. മോളിന്റെ ഒരു സൈഡിലായിട്ട് ഇതിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഇതൊക്കെ കഴിക്കാൻ. ഓ മൈ ഗാഡ്, എന്റെ മെയിൻ ഗസ്റ്റുകളാണ് ഇവർ രണ്ടുപേർ. ഞാൻ ആക്ച്വലി ഇന്ന് എന്റെ ഈ ഒരു പാർട്ടിയിൽ ഇവരുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവര് ഖത്തറിൽ പോകാൻ ഇറങ്ങി നിൽക്കുക. എയർപോർട്ടിൽ പോകുന്ന വഴിക്കാണ് നിങ്ങൾ രണ്ടാളും ഇവിടെ എത്തിയത്. താങ്ക് യു ഫോർ കമ്മിങ്. എടാ ഐ ലവ് യു ടൂടാ പറഞ്ഞില്ലേ, സോറി. ഐ ലവ് യുടാ. നിപ്പോ എന്റെ കുഞ്ഞാമ്മ ചോദിച്ചില്ല നീ. അത് ആരും ഇവിടെ നിന്ന് കോരി എടുത്തോണ്ടോണോ, ഞാൻ കണ്ടു. ഞാൻ ബേബിനെ നോക്കട്ടെ. ആ വഴിയെ പറയാം. ഇതാക്കിക്ക് നീ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ കൊച്ചിന്. വേണ്ട, ഞങ്ങൾ എടുത്തോളാം. ബേബി നോക്ക്. അടാ ഇത് എടുത്ത ബേബിന്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്, 15-ാം തീയതി. അപ്പൊ ഇവര് നാട് വിട്ടു കൊച്ചിനെ കൊണ്ട്. കൊച്ചിനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെടുക്കണോ. ഇതാണ് കത്തി. അതെടുത്ത പോരെ. ഹാപ്പി ബർത്ത്ഡേ. നീ അതും കൂടെ കട്ട് ചെയ്യും. ഫസ്റ്റ് ലെയർ എടുത്താൽ കട്ട് ചെയ്ത് അത് കട്ടേനല്ലേ. പറക്കുന്നില്ല. ഇത് കത്തിച്ചില്ല. നമ്മൾ ഒരു വയസ്സാണെങ്കിൽ ഒരു മിനിറ്റ് ഊതണോ ഊതണോ. വേണ്ടാന്ന്. മോനെ വീഡിയോ എടുത്തോ. നൈസ് വീഡിയോ ഇട്. മോള് വന്നില്ല. മോളോട്ട് മോനുണ്ട്. എവിടോ എല്ലാവർക്കും കഴിഞ്ഞില്ല. കൊച്ചെവിടാ ഫുഡ് കണ്ടപ്പോ കൊച്ചിനെ ഇറക്കി വിട്ടെന്നോ. കൊച്ചവിടെ ഇവരെ കൊച്ചവിടെ കണ്ടില്ലേ. ഇവരുടെ ആ ഒരു പൊരുത്തം ഇത് കാണുമ്പോ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നേ. ഒരു പാത്രത്തിൽ. ഞാനും കഴിക്കട്ടെ. ഞാനൊരു പ്ലേറ്റ് നിറച്ചെടുത്തിട്ടുണ്ടോ. ഇതാണോ നിറച്ച് നിറഞ്ഞോ. ഇതാ പോണോ കൊച്ചി.
എടാ, നീ ഇവിടെ ഇരിക്കുവോ അവിടെ ഇരിക്കുവോ എവിടെ ഇരിക്കുന്ന? കൊച്ചു തുമ്മുന്നടാ. എടാ അത് തെറിച്ചു വീഴൂട്ടോ, കൊച്ചു താഴെ ഇറക്ക്. മോള് നീ വാടാ, താഴെ ഇറങ്ങ. ബാ അഞ്ഞു വീവാവേ. തുള്ളിക്കോ. ഇത് ഓക്കെ, ഇത് ഓക്കെ. ആ പിന്നെന്താ, ഈ പാട്ട് തീരുന്നില്ല. എടി ഒന്നുകൂടി കൊടുക്ക്. ചെമ്മൂസ് ഒന്നൂടെ ചെമ്മൂസ് ഒന്നൂടെ. എടി ക്ലിക്ക് ആയില്ലടി, രണ്ട് സൈഡിലേക്ക് നോക്കാൻ പറ്റില്ല. ബ്രോ ഇതൊന്ന് പിടിക്കോ? ഇതിങ്ങനെ പിടിച്ചാൽ മാത്രം മതി. അങ്ങോട്ട് ചെയ്യണം. ഓക്കെ കൊടുത്തോ. റെഡി 1 2 3 ഓക്കെ അല്ലേ? അല്ല അതങ്ങനെ ഓക്കെ അല്ലേ? മാറും. പെട്ടെന്ന് എന്താ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നമ്മുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് മറന്നുപോയി. കാരണം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ സത്യം പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ വിചാരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടെ ഉൾപ്പെടുത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. പാർട്ടിയൊക്കെ നന്നായിരുന്നു. പിന്നെ ഒരുപാട് പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിലെനിക്ക് വലിയ വിഷമമൊന്നുമില്ല, ഒട്ടും വിഷമമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരമാണ് പറഞ്ഞേ വരാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാർട്ടിക്ക് വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് വേണ്ടി നമ്മൾ
ഒരുക്കിച്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വരാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മൾ ചിന്തിക്കും, ഓ നമ്മൾ മാത്രമല്ലേ എന്ന് വിചാരിക്കും. അല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അവർ വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മൊമെന്റിൽ പറയാതെ ഒരു ദിവസം മുമ്പ് ചിന്തിക്കാം, നമുക്ക് നാളെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നാളെ ഇതിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ച് ഇൻഫോം ആക്കാൻ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചട്ടത്തരമാണ്. അതിനപ്പുറം എനിക്ക് പറയാനില്ല. ഇതിലൊരു കറക്റ്റ് ഒരു വേർഡ് പറഞ്ഞു ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ആ വേർഡ് പറയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരുമാതിരി കൊണ്ട ഒരു സംഭവമാണ്. ഞാൻ അധികം ആൾക്കാരെയൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യത്തിന് കുറച്ച് ഞാനുമായിട്ട് കുറച്ചെങ്കിലും അടുപ്പമുള്ള ആൾക്കാരാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് വരുന്നില്ല അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും പറയാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ പാർട്ടി നടക്കുന്ന സമയത്ത് വിളിച്ചിട്ട് വരാൻ പറ്റില്ല നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം ഫുഡ് വേസ്റ്റ് ആകും, നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഒരു ദിവസം മുമ്പാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അത് പറയാം, നമ്മൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ട് അതിങ്ങനെ വെറുതെ ഇരുന്ന് വേസ്റ്റ് ആയി പോകുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, ഓ ഞാൻ പോയില്ലെങ്കിൽ അവർക്ക് എന്താ ഇപ്പം നഷ്ടം എന്നുള്ള അങ്ങനെ ചിന്തിച്ചിട്ട് പോകാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവേ. അപ്പം നമ്മളൊരാളല്ല. അപ്പം നമ്മൾ ആ ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് പോണതിന് മുമ്പെങ്കിലും ഇപ്പം എനിക്കിപ്പം അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വരാം ദാ ഇറങ്ങി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നടന്ന കാര്യമാണ്. എന്നോട് വിളിച്ചിട്ട് ഞാൻ വരാം ദാ ഇപ്പം ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാഫിക്കിലാണ് എന്ന് വരെ പറഞ്ഞിട്ട് വരാത്ത ആൾക്കാരുണ്ട്. നമ്മളെ പാർട്ടി 7 to 11 o'clock ആയിരുന്നു. 11 o'clock പോലും ഞാൻ ഒരു 10 മണിക്ക് വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്താറായോ വരുന്ന ചോദിച്ചപ്പോഴത്തേക്കും എന്താ വരികയാണ് അങ്ങനെ പറഞ്ഞൊരു 3, 4, 5, 6, 7, 8, 9 ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് മാത്രമല്ല, അവരെ പോലെ മറ്റുള്ളവരുടെ പാർട്ടിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോവാതിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് സമാളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അന്നേരം വിളിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ആ സ്പോട്ടിൽ വിളിച്ചിട്ട് എനിക്ക് അർജന്റ് ഇതായിരുന്നു അതായിരുന്നു അങ്ങനെ പറയരുത്. നിങ്ങൾ പോണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണില്ല എന്ന് പറയാം. കാരണം നിങ്ങളെ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഒരു വലിയ പാർട്ടിയിലായാലും നമ്മളെങ്ങനെ ഓർത്തിരിക്കാനാ. തീർച്ചയായിട്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുക തന്നെ ചെയ്യും. ഇത് ഞാനൊരു മെസ്സേജായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ട് വന്നവര് കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേരിൽ ഞാൻ അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ദുബായിലുള്ള ഫ്രണ്ട്സ് മാത്രമല്ല, എനിക്ക് പുറത്തുനിന്നും വന്ന സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും അൽഹംദുലില്ലാ ഐ എം സോ സാറ്റിസ്ഫൈഡ്. എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. വരാതെ പോയവരടുത്ത് മാത്രമല്ല, ഞാൻ അവരല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, അവരെ ഒരു ഉദാഹരണമാക്കി മറ്റുള്ളവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഇതോടൊപ്പം എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ വഴിയേ പുതിയ വ്ളോഗിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരെയ്ക്കും എല്ലാവരുടെ ടാറ്റ ബൈ ബൈ. എല്ലാവരും ബർത്ത്ഡേ ആണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താം. ശരി എന്നാ, ബൈ ബൈ.